പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 30 ഓപ്റ്റഡ് ഫോർ NCC, 32 ഓപ്റ്റഡ് ഫോർ SPC and 24 opted for both NCC and SPC. If one of these students is selected at random, find the probability that the students opted for NCC or SPC. The students has opted for neither NCC nor SPC. The students has opted for SPC but not NCC. ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ 3 ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ സ്റ്റുഡൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 60 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് NCC ഓപ്റ്റ് ചെയ്യുന്നത് 30 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് NCCക്ക് പകരം നമുക്ക് A എന്ന് ഡിനോട്ട് ചെയ്യുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. SPC ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾ 32 ആണ്. അപ്പോൾ അത് നമുക്ക് B എന്ന് ഡിനോട്ട് ചെയ്യാം SPCക്ക്. അപ്പോൾ SPC എന്ന് നമുക്ക് B എന്ന് ഉപയോഗിക്കാം. ബോത്ത് NCC ആൻഡ് SPC അപ്പോൾ അത് നമുക്ക് എത്ര 24 സ്റ്റുഡൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടോട്ടൽ 60 സ്റ്റുഡൻസ്, NCC 30, SPC 32, രണ്ടും കൂടി എടുക്കുന്നത് 24. നമുക്കതിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് A കണ്ടുപിടിക്കാം. A എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന NCC എടുക്കുന്ന ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികളുടെ ഇതാണ്. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം NA/N. അതായത് Aക്ക് ഫേവറബിളായിട്ടുള്ളത് എത്ര ഉണ്ട് അതിന് ടോട്ടലും ഉണ്ട്, ഡിവൈഡ് ചെയ്യണം. ഇപ്പം നമുക്ക് NCC എടുക്കുന്നത് 30 കുട്ടികളാണ്, അവിടെ ടോട്ടൽ 60 പേരുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് 30/60 എന്ന് എഴുതാം. ഫേവറബിളായിട്ടുള്ളത് അതായത് NCC എടുക്കുന്നത്, അപ്പം NCC ആണ് നമ്മൾ A എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, എളുപ്പത്തിനാണ് A എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ അതിന് 30/60 ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന SPC സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അത് 32 കുട്ടികളാണ് ഉള്ളത് എടുക്കുന്നത് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 32 ടോട്ടൽ 60, അപ്പോൾ 32/60 ആണ് SPC എടുക്കുന്ന കുട്ടികളുടെ പ്രോബബിലിറ്റി. രണ്ടും കൂടി എടുക്കുന്നത് 24 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 24/60 എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. പ്രോബബിലിറ്റി എന്തിനു വേണ്ടി ഓപ്റ്റഡ് NCC ഓർ SPC, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റുഡൻസ് ഓപ്റ്റഡ് ഫോർ NCC ഓർ SPC. അപ്പോൾ അത് നമുക്ക് ഡിനോട്ട് ചെയ്യാം എളുപ്പത്തിന് വേണ്ടിയിട്ട് A എന്നും B എന്നുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ NCCക്ക് A എന്നും SPCക്ക് B എന്നുമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വായിക്കാം? പ്രോബബിലിറ്റി ഓഫ് A ഓർ B. A ഓർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് യൂണിയനാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ആണ് കാണേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ആണെന്ന് മനസ്സിലായി. A യൂണിയൻ B കാണുന്നതിന് വേണ്ടി പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ ബിയുടെ ഇക്വേഷൻ നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B. അപ്പോൾ നമ്മളിവിടെ 3 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് A എന്ന് എഴുതി, പ്രോബബിലിറ്റി ഓഫ് B എടുത്ത് എഴുതി, പ്രോബബിലിറ്റി ഓഫ് C എടുത്ത് എഴുതി. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഇത് സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോൾ 38/60 എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷനാണ് ഇമ്പോർട്ടൻറ്റ്. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിനകത്ത് പ്രോബബിലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ദ സ്റ്റുഡൻസ് ഓപ്റ്റഡ് ഫോർ നെയ്തർ NCC നോർ SPC. അപ്പം നമുക്കതിന് NCCക്ക് A എന്നും SPCക്ക് നമ്മൾ B എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെയ്തർ NCC എന്ന് പറഞ്ഞാൽ A ഓപ്റ്റ് ചെയ്യാത്ത കുട്ടികൾ. അപ്പോൾ ഓപ്റ്റ് ചെയ്യാത്ത കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ്, SPC ഓപ്റ്റ് ചെയ്യാത്ത കുട്ടികൾ എന്ന് പറയുമ്പം B കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? അപ്പം പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഡി മോർഗൻസ് ലോ വെച്ചതിന് ശേഷം നമുക്കിതിനെ A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. A യൂണിയൻ B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NCC SPC എടുക്കുന്ന കുട്ടികളുടെ മൊത്തം. അപ്പോൾ അത് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ A യൂണിയൻ Bയുടെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ സ്റ്റെപ്പ് പോലെ എഴുതി പോയാലും മതി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. P ഓഫ് A കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് ഇവിടെ മാറ്റാൻ വേണ്ടിയിട്ട് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന റിസൾട്ട്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻറ്റിനെ നമുക്കപ്പം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് എഴുതാം. ഇതിനെ കോംപ്ലിമെൻ്റ് കൂടെ കിടക്കുന്നതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മൈനസ് P ഓഫ് A യൂണിയൻ B, 1 മൈനസ് P ഓഫ് A യൂണിയൻ B നമ്മൾ തൊട്ട് മുമ്പിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 38/60 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 22/60 എന്ന് വരും. ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കി എഴുതാം.
അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് പ്രോബബിലിറ്റി ടു ദ സ്റ്റുഡൻസ് ഹാസ് ഓപ്റ്റഡ് ഫോർ SPC ബട്ട് നോട്ട് NCC. അതായത് ഇതായിരുന്നു ക്വസ്റ്റ്യൻ. SPC ഓപ്റ്റ് ചെയ്യുന്നു, NCC ഓപ്റ്റ് ചെയ്യുന്നില്ല. സ്റ്റുഡൻസ് ഹാസ് ഓപ്റ്റഡ് ഫോർ SPC ബട്ട് നോട്ട് NCC. അപ്പോൾ നമുക്കതിനെ ഇതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കതിനെ നമുക്ക് എങ്ങനെ എഴുതാം? SPCക്ക് പകരം നമ്മൾ കൊടുത്തിരിക്കുന്നത് B എന്നാണ്. ഓപ്റ്റഡ് B ബട്ട് നോട്ട് എന്നുള്ളിടത്ത് NCCക്ക് വരെ A കൊടുക്കാം. അപ്പം നമ്മൾ B ഓപ്റ്റ് ചെയ്യുന്നു, A ഓപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ B എടുക്കുക, അതിൽ നിന്ന് A കളയുക. പ്രോബബിലിറ്റി ഓഫ് A - B എന്നാണ് അതിൻ്റെ സിമ്പിൾ എഴുതുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓപ്റ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. B മൈനസ് A കട്ട് ചെയ്ത് കളയുന്നു. നോട്ട് A എന്ന് പറഞ്ഞാൽ A വേണ്ട. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് നോക്കാൻ താണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ Bയിൽ നിന്ന് ഈ പോർഷൻ കളയുക. അതായത് Bയിൽ നിന്ന് A കളയുക എന്നാണ് A ഉള്ള പോർഷൻ. അപ്പോൾ നോട്ട് A എന്ന് പറഞ്ഞാൽ B മാത്രം എന്നാണ്. അപ്പോൾ അത് ഈ പോർഷനാണ് കളയുന്നത്. അപ്പോൾ ഈ പോർഷനാണ് വരുന്നത്. അപ്പോൾ നമുക്കതിനെ വേറൊരു രീതിയിലും കൂടി നമുക്കിതിനെ പറയാം. ചിത്രം നോക്കിയിട്ട് B മൈനസ് A ഇൻ്റർസെക്ഷൻ B എന്ന് നമുക്കിതിനെ എഴുതാം. അതിന് A ഇൻ്റർസെക്ഷൻ B എന്നുള്ള പോർഷനാണല്ലോ ഈ A എന്ന് പറയുന്ന ഈ പോർഷൻ. അപ്പോൾ നമുക്കതിനെ B മൈനസ് A എന്ന് എഴുതാം. അതായത് ഓപ്റ്റഡ് B നോട്ട് B. അപ്പം മൈനസ് A എന്നാണ് എഴുതുക. ഇനി നമ്മൾ അടുത്തതിന് നമുക്കിത് പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോർഷനെ നമ്മൾ A ഇൻ്റർസെക്ഷൻ B എന്നാക്കുന്നു. അപ്പം നമ്മളിതിനെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B. അപ്പോൾ ഈ റിസൾട്ട് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. പ്രോബബിലിറ്റി ഓഫ് B മൈനസ് A എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഈ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് B നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 32/60. അതിൽ നിന്ന് A ഇൻ്റർസെക്ഷൻ B നമുക്ക് അതും കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 24/60 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 8/60. ഇത്രയായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ 3 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കേണ്ടത് ഓപ്റ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ SPC ആണ്, അതായത് ഇവിടെ B എന്നാണ് കൊടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ B എന്ന് കൊടുത്തേക്കുന്നത്. NCCക്ക് നമ്മൾ A എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നോട്ട് NCC എന്നുള്ളത് നോട്ട് A. അപ്പോൾ അവിടെ മൈനസ് A എന്ന് എടുക്കുക. പ്രോബബിലിറ്റി ഓഫ് B മൈനസ് A എന്ന് വരും. ഇത് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ റിസൾട്ട് എഴുതാം. P(B) മൈനസ് P(A) ഇൻ്റർസെക്ഷൻ B. ഇതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. താങ്ക് യു.